ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെയും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് വളരെ രുചികരമായ ഒരു ജ്യൂസ് തയ്യാറാക്കാം. തേങ്ങാപ്പാലും പൈനാപ്പിളും വെച്ച് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിന് പീന കൊളഡ എന്നാണ് പറയുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പീന കൊളഡ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കഷ്ണം മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ കേട്ടോ. അത് ഇടത്തരം കഷ്ണങ്ങളാക്കി മുറിച്ചതാണിത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൽ ചങ്ക്സ് ഉണ്ടാവും, അതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തോളൂ. ഇനി ഈ ജ്യൂസ് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇതിൽ ഒരുപാട് ചങ്ക്സ് ഉണ്ടാവും, പൈനാപ്പിൾ അല്ലേ. വലിയ ചങ്ക്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തോളൂ. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോഴേ തിക്ക് പൾപ്പാണ് പൈനാപ്പിളിൻ്റെ, അത് അതിലൂടെ അങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇല്ലെങ്കിൽ വലിയ കണ്ണുള്ള അരിപ്പ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എൻ്റെത് കുറച്ച് ചെറിയ കണ്ണുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. പരമാവധി ആ പൾപ്പ് നമുക്ക് കിട്ടണം കേട്ടോ. അതിലെ ചങ്ക്സ് മാത്രമേ നമ്മൾ കളയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പരമാവധി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് ബ്ലെൻഡറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് പൈനാപ്പിൾ ജ്യൂസാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഞാൻ നല്ല ഫ്രഷ് തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നന്നായിട്ട് തണുപ്പിച്ച തേങ്ങാപ്പാലും വെള്ളവുമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ പീന കൊളഡ എപ്പോഴും ഐസ് ക്യൂബ്സ് ഇട്ട് സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്കിതിന് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടില്ല, ഓൾറെഡി നല്ല തണുപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തണുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഇത് വലിയ ജ്യൂസ് ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 4 പേർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും കേട്ടോ. നോമ്പുതുറ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. നല്ല എനർജി ബൂസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലേവറാണ്. പൈനാപ്പിളും തേങ്ങാപ്പാലും എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ പീന കൊളഡ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.